ദേ ഈ ആളെ മനസ്സിലായി കാണുമല്ലോ. ചേർത്തലയുടെ ഫുഡ് സ്പോട്ടുകൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കലും നമ്മൾ പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ലാത്ത ഒരു ഫുഡ് സ്പോട്ട്. ഈ ഫുഡ് സ്പോട്ടിനേക്കാൾ ഫെമിലിയർ ആണ് ഈ ഫുഡ് ഉണ്ടാക്കുന്ന വ്യക്തി. ചേർത്തലയുടെ ഫുഡ് സ്പോട്ടുകൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താതിരുന്നാൽ ചേർത്തലയുടെ രുചി വൈവിധ്യങ്ങൾ പൂർണ്ണമാവില്ല. അതെ, ബിജുവിന്റെ തട്ടുകട. ഈ തട്ടുകടയെ പറ്റി പറയുവാണെങ്കിൽ ഏകദേശം ഒരു 10-12 വർഷങ്ങൾ പിന്നിലോട്ട് പോവേണ്ടി വരും എനിക്ക്. കാരണം വെച്ചാല് ബീച്ചന്റെ കപ്പ ബിരിയാണിയും കാടമുട്ട പുളിസയും കഴിക്കാൻ വേണ്ടി മാത്രം കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള എന്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന ചരിത്രമുണ്ട്. അവർ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് താഴെ കമന്റ് ചെയ്തിരിക്കും, അത് ഉറപ്പ്. ഇന്നും ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്. അദ്ദേഹം ആദ്യമായിട്ടാണ് ചേർത്തലെത്തുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ ചേർത്തലയുടെ രുചി വൈഭവം എന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ പുള്ളിക്ക് ഫിഷ് ഐറ്റം ആണ് വേണ്ടത്, സീ ഫുഡ് ഐറ്റം ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഫിഷിന്റെ ഏതെങ്കിലും ഒരു ഐറ്റം, കായൽ വിഭവമോ കടൽ വിഭവമോ വേണമെന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ രാത്രി ആയതിനാൽ പല കടകൾ അടച്ചുപോയി. പക്ഷെ ഞാൻ ബീച്ചിന്റെ കടയിൽ വന്നപ്പോൾ ഞാനൊരു വെറൈറ്റി, നമ്മളിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചിട്ടുള്ളത് ദോശയും ഓംലെറ്റും കപ്പ ബിരിയാണിയും കാടമുട്ട പുളിസയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ചോദിച്ചാൽ ഇവിടെ ഫിഷ് ഐറ്റം ഉണ്ടോന്ന്. പക്ഷേ ഞാനിതുവരെ ഇവിടുന്ന് ഫിഷ് ഐറ്റം കഴിച്ചിട്ടില്ല. പക്ഷെ ഇവിടുന്ന് അടിപൊളി ഒരു സിലോപ്പി കറി കിട്ടി കേട്ടോ. അത് ഞങ്ങൾ കഴിച്ചു. ബീച്ചിന്റെ കടയിൽ ഞാൻ എടുത്തു പറയുന്ന കപ്പ ബിരിയാണി, കാടമുട്ട പുളിസൈ, കാട ഫ്രൈ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടെങ്കിലും സിലോപ്പി കറി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചവരുണ്ടാവാം, പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിച്ചതാണ്. എൻ്റെ ട്രിവാൻഡ്രത്തുകാരൻ്റെ സുഹൃത്ത് കഴിച്ചിട്ട് പുള്ളി ഇതിനായിട്ട് അഡിക്റ്റ് ആയെന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ല. അപ്പോൾ ബീച്ചിന്റെ തട്ടുകടയിലെ ഫുഡ് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.